നമസ്കാരം. കേരളത്തിലെ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആടിനെ പട്ടിയാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു വാർത്ത ഇന്നിപ്പോ തൃശ്ശൂരിൽ നിന്ന് കണ്ടു. തൃശ്ശൂരിൽ ഇന്ന് രാവിലെ മുതൽ തോരാമഴയാണ്. അതായത് തുള്ളിക്കൊരു കുടം എന്ന് പറയുന്ന പോലെ ഈ വർഷകാലം ആരംഭിച്ചതിന് ശേഷം, അല്ലെങ്കിൽ മുൻപ് തൃശ്ശൂരിന് പരിചയമില്ലാത്ത രീതിയിൽ മണിക്കൂറുകളോളം തോരാത്ത അതിശക്തമായിട്ടുള്ള മഴ പെയ്തൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. അപ്പോഴാണ് പൊടുന്നനെ കേരളത്തിലെ മാധ്യമങ്ങൾ പെട്ടെന്ന് ഈ പെരുമഴയത്ത് ഒരു ടാറിംഗ് നടത്തുന്നു തൃശ്ശൂർ കോർപ്പറേഷൻ എന്നുള്ള നിലയ്ക്ക് ഒരു വാർത്ത വരുന്നത്. അതായത് തൃശ്ശൂർ കോർപ്പറേഷന് കീഴിലുള്ള പഴയ നടക്കാവിന് സമീപം മാരാർജി റോഡിൽ പെരുമഴയത്ത് ടാറിംഗ് നടത്തുന്നു എന്നാണ് കൊണ്ടുപിടിച്ചൊരു വാർത്താ പ്രളയം ഇന്ന് വന്നത്. സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാകും. പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു യാഥാർത്ഥ്യമുണ്ടല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ആടിനെ പട്ടിയാക്കുക എന്നുള്ളതാണ്. നുണ പുറത്ത് 2 വട്ടം പ്രചരിച്ചതിന് ശേഷം മാത്രമാണല്ലോ സത്യം ചെരുപ്പിട്ട് പുറത്തിറങ്ങുന്നത്. ആ നിലയ്ക്ക് നോക്കിയപ്പോഴാണ് അതിന്റെ വസ്തുതകൾ പുറത്തു വരുന്നത്. എന്തായാലും ആ വാർത്ത എവിടെ നിന്ന് ഉത്ഭവിച്ചു എന്ന് മാതൃഭൂമിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. തൃശ്ശൂർ കോർപ്പറേഷനെ സംബന്ധിക്കുന്നിടത്തോളം മാതൃഭൂമിക്കും ഒപ്പം BJPക്കും വലിയ താല്പര്യമുള്ള ഒരു നഗരസഭയാണ്. അപ്പോൾ ആ കോർപ്പറേഷൻ കേന്ദ്രീകരിച്ച് വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുക എന്നുള്ളത് ചിലരുടെ ഉദ്ദേശമാണ് എന്നത് ആ സംഭവം തെളിയിക്കുന്നുണ്ട്. എന്തായാലും ആ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ആ തൃശ്ശൂരിൽ നിന്നുള്ള റിപ്പോർട്ടർ തന്നെ ആരാണത് ചിത്രീകരിച്ച് യാഥാർത്ഥ്യമില്ലാത്ത വാർത്തയെ സംബന്ധിച്ച് 2 ഡയലോഗ് അടിച്ച് കൊടുത്തതെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. മാരാർ റോഡിലാണ് കോർപ്പറേഷൻ ടാറിംഗ് ജോലികൾ ഈ കനത്ത മഴയിൽ നടത്തുന്നത്. മഴയത്ത് ടാറിംഗ് നടത്താം. തൃശ്ശൂർ കോർപ്പറേഷന്റെ തോന്നിയാസല്ലേ ഈ പേരപരം മഴയത്ത് മാരാർ റോഡിലെ ടാറിംഗ്. ഇവനൊക്കെ എന്താ ചെയ്യേണ്ടത്? ചാട്ടവാറണ്ടടിക്കണ്ട ഇവനൊക്കെ. അത്രയും വലിയ മഴ പെയ്യുക. തൃശ്ശൂർ ജില്ല കണ്ടതിൽ വെച്ച് ഈ കൊല്ലം ഏറ്റവും വലിയ മഴ പെയ്യുമ്പോൾ ടാറിംഗ് നടത്താം. കൊല്ലം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മഴ പെയ്യുമ്പോൾ ടാറ് ചെയ്യുന്ന വിദ്യ, ഓരിച്ചെരിയുന്ന മഴ, ആ മഴയത്ത് ടാറ് ചെയ്യാം. കഷ്ടം. ഇതിനൊക്കെ എന്തെന്നാ പറയണ്ട. മാരാർ റോഡാണ് പറഞ്ഞയാൾ പറഞ്ഞത് തന്നെയാണ് ശരി. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയാൻ കഴിയാത്ത അത്രമേൽ അത്ഭുതം കൂറേണ്ടി വരുന്ന ദൃശ്യമാണ്. തൃശ്ശൂരിൽ കനത്ത മഴയിലും ടാറിംഗ് ജോലികൾ നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ. മാരാർ റോഡിലാണ് കോർപ്പറേഷനാണ് ടാറിംഗ് നടത്തുന്നത്. MS ലിഷോയുണ്ട്. ലിഷോയി, ഈ ദൃശ്യം പകർത്ത ആൾ തന്നെ തന്റെ ആത്മരോഷത്തോടു കൂടി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് പൊതുജനത്തിന്റെ ശബ്ദമായി തന്നെ എടുക്കാം. ഈ പെരുമഴയത്തെ ടാറിംഗ് അത് എങ്ങനെ സാധ്യമാകുന്നു? ഇത് പിന്നീട് നിർത്തിവെച്ചോ? നിർത്തിപ്പോളൂ. മഴയത്ത് തന്നെ ടാറിംഗ്. രതീഷ്, ഈ ദൃശ്യം പകർത്തിയത് കോൺഗ്രസ് നേതാവും അഭിഭാഷകനുമായ ഷാജി കോടങ്കണ്ടത്താണ്. കേട്ടല്ലോ, ഒരു കോൺഗ്രസ് നേതാവ് ചിത്രീകരിച്ച് അയച്ചു കൊടുത്തതാണ്. അയാൾ അതിനകത്ത് അടിക്കുന്ന പഞ്ച് ഡയലോഗാണ്. എന്താണ് ആ ജീവനക്കാർക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ആ വണ്ടിയിലുള്ളവർക്ക് പറയാനുള്ളതെന്നും പുറത്ത് കേൾക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ആ ദൃശ്യത്തിൽ ഒരു കാര്യം കാണാം. അതായത് ആ റോഡിന്റെ കുറെ ഭാഗം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അവിടെ എവിടെയെങ്കിലും ഈ റോഡ് പൊളിഞ്ഞു കിടക്കുന്നതായിട്ട് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. പൊളിഞ്ഞു കിടക്കാത്തടത്ത് ഒരു വണ്ടി എന്തിനു കൊണ്ടിട്ട് എവിടെയാണ് ടാർ ചെയ്യുന്നത് എന്നുള്ളത് ഒരു സ്വാഭാവിക ചോദ്യമല്ലേ? അവിടെയാണ് വ്യാജ വാർത്തകൾ, അതായത് ആടിനെ പട്ടിയാക്കുക എന്നാണ്. ഒരു സംഭവം കണ്ട ഉടനെ ടാറ് എല്ലാം നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു റോഡിൽ എന്തിനായിരിക്കും ആ വണ്ടി വന്നിട്ടുള്ളത്? വണ്ടി വേറൊരിടത്ത് ടാറിങ്ങിന് പോയതാണ്. ഈ ടാർ ഉരുക്കുന്ന മെഷീൻ എന്ന് പറഞ്ഞാൽ അത് മുൻകൂട്ടി ചൂടാക്കിയിട്ടാൽ മാത്രമേ അതിനകത്ത് ഇതിനെ ഉരുക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോ മറ്റൊരിടത്ത് ഇത് ചൂടാക്കിയിട്ടിരുന്നതിനെ കൊണ്ടുപോകുന്ന വഴിയിൽ അതിന്റെ ചൂട്, ടെമ്പറേച്ചർ വേരിയേഷൻ വരുത്താൻ വേണ്ടി അവിടെ നിർത്തിയിട്ടിരുന്നതാണ് എന്നുള്ള യാഥാർത്ഥ്യം ഈ നുണ പുറം ലോകം ചുറ്റിക്കഴിഞ്ഞതിന് ശേഷം തൃശ്ശൂർ തന്നെയുള്ള, അവിടെ നിന്ന് വ്ലോഗുകൾ ചെയ്യാറുള്ള ബിജു പവിത്ര എന്ന വ്യക്തി ഇതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ ഈ ദൃശ്യം കണ്ടതിന് ശേഷം അവരോട് പോയി കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. അന്വേഷിച്ച സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ വീഡിയോയിലൂടെ പറഞ്ഞതെന്ന് കേട്ടെ. നമസ്കാരം. ഇന്ന് രാവിലെ മുതൽ വലിയ കാര്യമായിട്ട് പ്രചരിച്ച ഒരു വാർത്തയാണ് തൃശ്ശൂരിൽ മഴയത്ത് ടാറിംഗ് നടത്തുന്നു എന്ന് പറഞ്ഞിട്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആ ടാറിംഗ് നടന്നു എന്ന് പറയപ്പെടുന്ന ആ സ്ഥലത്താണ്. 2 പേര് കാറിൽ വന്നിട്ട് അവരോട് പറയുന്നു അതെടുത്ത് കളയൂ എന്നൊക്കെ പറയുന്നു. നമുക്ക് ആ സ്പോട്ടിൽ നിന്ന് തന്നെ സത്യസന്ധമായ വിവരം ഒന്നും അറിയാം. ഞാൻ ആ സമയത്ത് ഇതിലൂടെ നടന്നു വന്നതാണ്. ഈ റോഡിലാണ് ടാറിംഗ് എന്ന് പറയുന്നത്. ഈ റോഡിൽ പ്രത്യേകിച്ച് യാതൊരു വക കുഴികളും തന്നെ ഇല്ല. ഇവിടെയാണ് ഈ സംഭവം നടന്നത്. ഇവിടെ ടാർ ചെയ്യാനായിട്ട് കുഴി ഉണ്ടായിരുന്നില്ല. അവർ നിർത്തിയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നത് ഈ കരിയെടുത്ത് കളയായിരുന്നു. എന്ന് പറഞ്ഞാൽ അത് ഫ്ലെയിം ഇല്ലെങ്കിൽ കത്തില്ല. അപ്പോൾ പണി നിർത്തി പോകുമ്പോൾ അവർ എന്താ പറയുക, അതിൻ്റെ ഫ്ലെയിം കുറച്ചിടാൻ വേണ്ടിയിട്ട് അതിൻ്റെ തീ കുറച്ചിടുമായിരുന്നു. ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു വീഡിയോ വന്നതും അത് പ്രചരിച്ചതും. ആ പ്രചരിപ്പിച്ചത് എന്ന് വെച്ചാൽ
ഷാജി കൊടയങ്കണ്ടത്ത് എന്ന് പറയുന്ന ഒരു കോൺഗ്രസിന്റെ നേതാവാണ് അത് എടുത്തത് എന്നാണ് അറിഞ്ഞത്. അദ്ദേഹം ഇപ്പൊ നമുക്ക് ഈ സ്ഥലം കാണാം. ഇവിടെ എവിടെയെങ്കിലും ഒരു കുഴി കാണാനുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ ഒരു കുഴിയില്ല. കാരണം ഇവിടെ ഒരു കുഴിയും നികത്താനില്ല. പക്ഷെ എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഈ വാർത്ത വന്നു. കേരളം മുഴുവൻ സകലമാന മാധ്യമങ്ങളും നേരിട്ട് ഇവിടെ വന്നിട്ട് ഒരാളും ഒരു വീഡിയോ ചെയ്തിട്ടില്ല. ആരെ വേണമെങ്കിൽ വെല്ലുവിളിക്കുകയാണ്. ഇവിടെ ഏതെങ്കിലും ഒരു കുഴിയിൽ ഇന്ന് രാവിലെ ടാറിടെ അങ്ങനെ കുഴി അടക്കി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പൈസ തരാം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഇവിടെ ഒരു കുഴി അടക്കേണ്ട ആവശ്യമില്ല. അത് ഈ മാരാർ റോഡിന്റെ ആദ്യ ജംഗ്ഷനാണ്. എന്ന് വെച്ചാൽ വെളിയന്നൂർ ഭാഗത്തെ മാരാർ റോഡിന്റെ ആദ്യ ജംഗ്ഷനാണ്. ഇവിടെയാണ് രാവിലെ ആ വാഹനം കിടന്നിരുന്നത്. നിങ്ങൾക്ക് അതിൽ തന്നെ കാണാം, ഇവിടെ കുഴിയൊന്നുമില്ല. അവരത് ആ ഫ്ലെയിം കൺട്രോൾ ചെയ്തില്ലെങ്കിൽ, ഇന്നിപ്പോൾ പണിയാത്തത് കൊണ്ട് രാവിലെ തന്നെ തൃശ്ശൂർ വലിയ മഴയായിരുന്നു, അതുകൊണ്ട് പണി നടത്തുന്നില്ല. പണി നടക്കാത്തത് കൊണ്ട് ആ ഫ്ലെയിം കുറച്ച് അവർ തിരിച്ചു പോകുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടായത്. പറയാനില്ലല്ലോ. അപ്പൊ ഇതാണ് കാര്യം. അതായത് അവിടെ ടാർ ചെയ്യാൻ വന്നതല്ല, ഒരിടത്ത് ടാർ ചെയ്യാൻ വരുന്നതാണെങ്കിൽ അവിടെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കണം. അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ടെമ്പറേച്ചർ കൂടിയതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിർത്തി അതിന്റെ ജീവനക്കാർ ഇറങ്ങി ആ ടെമ്പറേച്ചർ കുറയ്ക്കാൻ. കാര്യം ഇത് ടാർ ഒരുക്കുന്നതിന് വേണ്ടി മുൻകൂട്ടി തന്നെ ഇത് ഓണാക്കി ചൂടാക്കി ഇടുന്ന മെഷീനാണെന്ന് പറയപ്പെടുന്നുണ്ട്. പെരുമഴ പെയ്തു തുടങ്ങിയപ്പോൾ ടാറിംഗ് വർക്കുകൾ നടക്കാത്തതിനാൽ ഇത് തിരിച്ചു കൊണ്ടുപോകുന്ന വഴിയിൽ അതിന്റെ ടെമ്പറേച്ചർ കൂടി നിൽക്കുന്നതിനാൽ അത് കുറയ്ക്കാൻ വേണ്ടി കുറച്ച് സമയം നിർത്തിയിട്ടു. അതിനകത്തുനിന്ന് പുക വന്നു. പുക വന്നാൽ പിന്നെ എന്താണ്? ടാറിംഗ് ആണ്. അങ്ങനെ സ്വന്തം നിലയ്ക്ക് അങ്ങ് തീരുമാനമെടുത്തുകൊണ്ട് ടാറിംഗ് നടക്കാൻ പോകുന്നു എന്നുള്ള വ്യാജ പ്രചരണം നടക്കുകയാണ്. ആരെങ്കിലും എന്തെങ്കിലും എടുത്തിട്ട് അങ്ങ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ മാപ്രകളെ സംബന്ധിക്കുന്നിടത്തോളം ഒരു അന്വേഷണവും ഇല്ലാതെ അത് അങ്ങെടുത്ത് പ്രചരിപ്പിക്കുക. അതായത് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്ക് പറയാനുള്ളത് കൂടി കേൾക്കണ്ടേ. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? അല്ലെങ്കിൽ ആ ദൃശ്യത്തിൽ ഒരിടത്തും ടാറിംഗ് നടക്കുന്നതില്ല. ഒരാൾ ഷവലുമായിട്ട് അവിടെ നിൽക്കുന്ന ദൃശ്യം മാത്രമാണുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളാം അവിടെ ടാർ ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം. അല്ലെങ്കിൽ ദൃശ്യത്തിൽ ടാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ദൃശ്യം കാണിച്ചിരുന്നെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. ആ റോഡ് തന്നെ കാണുമ്പോൾ എല്ലാവർക്കും അറിയാം ടാറിംഗ് ഫിനിഷായി കിടക്കുന്ന ഒരു റോഡിൽ ഒരു വണ്ടി കൊണ്ടുവന്ന് നിൽക്കുമ്പോൾ ടാർ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറയുകയാണ്. അതൊരു ഓടയ്ക്ക് അടുത്താണ് അത് ചേർത്ത് പാർക്ക് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഓടയ്ക്കകത്ത് ടാർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ടാർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 തൊഴിലാളികളെങ്കിലും വരേണ്ടതുണ്ട്. അവർ ഒരുമിച്ച് നിന്ന് എവിടെയെങ്കിലും എന്തെങ്കിലും ടാർ ഇടുന്ന ദൃശ്യം കാണിച്ചതിന് ശേഷം നിങ്ങൾ അത് പറഞ്ഞെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. പക്ഷേ വ്യാജ വാർത്തകളാണല്ലോ സൃഷ്ടിക്കേണ്ടത്. ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ ഇത് ടാർ ഇടാനാണ് നാട്ടുകാരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുക. തൃശൂർ കോർപ്പറേഷൻ BJP ആണ് ഉന്നം വെച്ചിരിക്കുന്നതെങ്കിലും എങ്ങനെയെങ്കിലും ആ കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ കോൺഗ്രസുകാർ കൂടി പണിയെടുക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ വ്യാജ വാർത്ത എന്ന് മാതൃഭൂമി ലേഖകന്റെ വാക്കുകളിലൂടെ തന്നെ വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടപ്പോൾ അത് ചിന്താശേഷിയില്ലാത്ത, കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാത്ത ഏതെങ്കിലും ഒരു സംഭവം കണ്ടാൽ ഞാൻ തീരുമാനിക്കുകയാണ് ടാറിംഗ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് അതിന്റെ ദൃശ്യമെടുത്ത് അതിൽ തന്റെ ശബ്ദവും കുത്തി നിറച്ച് തന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തു കൊടുത്ത സാധനമാണെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ്. ഇങ്ങനെയൊക്കെയാണ് കേരളത്തിലെ പല വ്യാജ വാർത്തകൾ നിർമ്മിക്കപ്പെടുന്നതെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സന്ദർഭം കൂടിയാണിത്.